ഹായ് കൂട്ടുകാരെ, വേദം വിക്രമിന്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ ദർശനോട് ചോദിക്കുന്നുണ്ട്, എന്തിന്റെ പേരിലാണ് വിക്രമിനെതിരെ ജാമ്യത്തിലിറക്കാൻ ദർശൻ വക്കാലത്തുമായി വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് നിന്റെ അച്ഛനോട് ചോദിക്ക്, നിന്റെ അച്ഛനാ എനിക്ക് വക്കാലത്ത് തന്നതെന്ന് പറയുന്നുണ്ട്. ഈ വിവരം അറിയാനായിട്ട് വേദ അച്ഛൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ടല്ലോ. അച്ഛനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അത് എനിക്ക് പറയാൻ മനസ്സിലെന്ന് പറഞ്ഞ് ശങ്കരനാരായണൻ പോവാണ്. എന്നാൽ വേദ ആ ഒരു കാരണം തേടി അവൾ ഏറ്റവും പോകുമെന്ന് തീരുമാനിക്കാട്ടോ. ആ സമയം ജീനിയുമായിട്ട് അവൾ ഓട്ടോയിൽ വരുന്നുണ്ട്. ജീനിയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വിക്രം ഒരു തക്കമായിട്ടുള്ള കാര്യമില്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വെറുതെ ഒരാളെ ചെറിയൊരു ദേഷ്യത്തിന്റെ പേര് തല്ലി ചതക്കുന്നവനല്ല വിക്രം. ആ അരുണിന്റെ സ്വഭാവം അത്രയ്ക്ക് മോശമാ, അത്രയും വൃത്തികെട്ടവനാണ് അവന്. അതുകൊണ്ടാ വിക്രം അവനെ അടിച്ചിട്ടുണ്ടാവുക. അതിന്റെ പിന്നിൽ നല്ലൊരു കാരണം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വേദ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ബാലൻ സാർ അവൾക്കരികിലേക്ക് വരുന്നുണ്ട്. ഇയാൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുന്നുണ്ട്. കോടതിയിൽ വെച്ച് തന്നെ വിക്രമിന്റെ കേസ് വാദിക്കുന്ന സമയത്തെല്ലാം എല്ലാ ദിവസവും കോടതിയിൽ ഇയാൾ വന്ന കാര്യം ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ മോളെ വിക്രമിന്റെ ഭാര്യയല്ലേ, വേദയല്ലേ എന്ന് ചോദിക്കുക. അതെ, നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് കോടതിയിൽ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. അതെ, കോടതിയിൽ വന്നിട്ടുണ്ട് മോനെ. വിക്രമിനെ വിട്ടയച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. എനിക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ട്. അങ്ങനെ വേദയെ മാറ്റി നിർത്തുന്നുണ്ട്. അതിനേശം ബാലൻ സാർ പറയാണ്, അവന് ചുമ്മാ അവനെ അടിച്ചതല്ല, അതിന് തക്കമായിട്ടുള്ള കാരണമുണ്ട്. ആ കാരണം തേടി തന്നെ ഞാൻ അലയുന്നത്. വ്യക്തമായിട്ടുള്ളൊരു കാരണമില്ലാതെ ഒരിക്കലും വിക്രം അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അതെന്താ എല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത്? ആ കാരണം എൻ്റെ അച്ഛനും ദർശൻ വക്കീലിന് പോലും അറിയാം. പക്ഷെ എന്നോട് ആരും പറയുന്നില്ല. മോളെ, അവന് എൻ്റെ മോൾക്ക് വേണ്ടിയാ അങ്ങനെ ചെയ്തത്. മരണത്തോട് മല്ലടിച്ച് എൻ്റെ മോൾ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. ആ കാര്യം മോൾക്കറിയോ? എന്ത് പറ്റിയതാ? അതെ, ആ നീചനുണ്ടല്ലോ വരുണ്, അവനാണ് എൻ്റെ മോളെ ആ ഒരു അവസ്ഥയിലാക്കിയത്. ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ച് അവളെ ബലാത്കാരം ചെയ്തു. അവളുടെ പേര് എവിടെയും വരാതിരിക്കാനാണ് അവനെ അടിച്ചതു. ഒരു ചായ ക്ലാസ് തട്ടിത്തെറിപ്പിച്ചതിൻ്റെ ദേഷ്യത്തിലാണ് അവനെ അടിച്ച് കൊല്ലാനാക്കിയതെന്ന് വിക്രം പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട വേദ അകം നെട്ടിപ്പോകുന്നുണ്ട്. മോളെ, നിനക്കറിയോ, അവനൊരിക്കൽ ജയിലിൽ കിടന്നന. അന്ന് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ സമൂഹം അവനെ ഒരു തെറ്റുകാരനാക്കി, കുറ്റക്കാരനാക്കി ജയിലിലടച്ചു. അന്നവൻ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അന്ന് അവൻ താമസിച്ചിരുന്ന ആ ഒരു ജയിലറായിരുന്നു ഞാൻ. അന്ന് അവൻ എല്ലാ സത്യവും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു മോനില്ലാത്തതിൻ്റെ വിഷമം നല്ല ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവൻ എൻ്റെ മകനാണ്. എൻ്റെ മോൾക്ക് വേണ്ടി അവൻ മോളെ പീഡിപ്പിച്ച് ഇല്ലാതാക്കിയവന് വേണ്ടിയാണ് അവൻ ഇറങ്ങി തിരിച്ചത്. ഒരു മകൻ്റെ സ്ഥാനം അവൻ എനിക്ക് തന്നിട്ടുള്ളത്. അവൻ ആഗ്രഹിച്ചത് ഒരിക്കലും എൻ്റെ മോളെ പേര് ഈ കേസിൽ വലച്ചു അത് അവൾക്ക് നാണക്കേടാവുമല്ലോ ഭയന്നുകൊണ്ടാ അവൻ അതുവരെ പറഞ്ഞത്. ഈ കാര്യം പറഞ്ഞാൽ അവന് പുഷ്പം പോലെ രക്ഷപ്പെടും. എന്നാൽ ആ വരുണിനെ എല്ലാവരും കൂടെ ചേർന്ന് കുറ്റക്കാരനാക്കി ജയിലടക്കുകയും ചെയ്യും. പക്ഷേ ഇതിലൊക്കെ വലുത് എൻ്റെ മോളുടെ മാനായിരുന്നെന്ന് അവന് അറിയാം. അതുകൊണ്ടാണ് ഇത്രയും സംഭവം നടന്നിട്ട് ആരും എന്നോട് പറഞ്ഞില്ല. ഞാൻ സാക്ഷി പറഞ്ഞത് എന്താണെന്ന് അറിയോ? ഞാൻ ഒരിക്കലും സാക്ഷി വിക്രമിനെതിരെ ദേഷ്യം കൊണ്ടോ പക കൊണ്ടോ അല്ല ഞാൻ സാക്ഷി പറയാൻ പോയത്. വിക്രമിന് ജീവൻ പയന്ന ആ വാസവൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വാസവന്റെ ആളുകൾ എന്തായാലും വിക്രമിനെ ആക്രമിക്കും. വിക്രം എൻ്റെ കൺമുമ്പിൽ വെച്ച് ഇല്ലാതാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ജയിലാവുമ്പോൾ ഒരിക്കലും അത് നടക്കില്ലല്ലോ. അത് കരുതിക്കൊണ്ടാണ്. ആര് പറഞ്ഞു മോളെ? ആ വാസവന്റെ ആളുകൾ എന്തായാലും ജയിലിലുണ്ടാവും. ജയിലിൽ വെച്ചിട്ടാ അവനെ ഇല്ലാതാക്കാൻ അവർക്ക് എളുപ്പം. അതുകൊണ്ടാണ് അവരെല്ലാവരും ജയിലിൽ പോകാൻ വേണ്ടി ആഗ്രഹിച്ചത്. എന്നാൽ പുറത്തിറങ്ങിയാൽ അവനൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവനക്ക് ചുറ്റും അവൻ്റെ ഒരു പ്രസ്ഥാനം തന്നെയുണ്ട്. അതുകൊണ്ട് മോള് പേടിക്കേണ്ട. ഇനി ഒരിക്കലും അവനൊരു ആപത്തും വരില്ല. അതിന് ദൈവം കാക്കും. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന അവനക്കുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിക്രമിനെ കാണാനായിട്ട് വേദ ഓടിപ്പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് വണ്ടി തടഞ്ഞു നിർത്തിയാണ് വേദയെ തട്ടിക്കൊണ്ടു പോകുന്നത്. ജീനെ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗുണ്ടകളുടെ പിടിയിൽ നിന്ന് വേദയെ പിടിച്ചു വലിക്കുന്നുണ്ട്. എന്നാൽ ഗുണ്ടയിൽ ഒരാൾ ജീനയെ ശക്തമായിട്ട് തള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ലോറി പാഞ്ഞു വരുന്നുണ്ടാവും. ആ പാവം ജീന ആ ലോറിയുടെ മുമ്പിലേക്ക് അങ്ങ് വീഴാണ്. അവൾ ആ സ്പോട്ടിൽ തന്നെ മരിക്കുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീനയെ രക്ഷിക്കാനായില്ല. അങ്ങനെ ജീന മരിക്കാനും ആ ഒരു സമയത്ത് ആണെങ്കിലും വേദയെ തട്ടിക്കൊണ്ടുപോയി ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് പാർപ്പിക്കുന്നുണ്ടാവും. ആ ഒരു സമയത്തും വേദയുടെ മനസ്സിൽ തൻ്റെ വിക്രം തന്നെ രക്ഷിക്കാൻ വരുമെന്നായ തന്നെയാണ്. ഇത്രയും നേരമായിട്ടും വേദയെ കാണാതാവുമ്പോൾ മാഷ് പറയുന്നുണ്ട്, നിങ്ങളെ കൂടെ അവൾ ഉണ്ടായിരുന്നല്ലോ, അവളിതെവിടെ? അവളെ വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്ക് കമലേ, അത്രയെങ്കിലും നീ ഒന്ന് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി വേദ അവിടെ എത്തിയോ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കുന്നുണ്ട്. ആ സമയം വേദ അവിടെ എത്തിയിട്ടില്ലെന്നും അവിടെ ഇല്ലെന്ന് അറിയുമ്പോൾ അവനാകെ ഭയന്നു പോകുന്നുണ്ട്. അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാതെ. അങ്ങനെ വിക്രമിനോട് മാഷ് പറയുന്നുണ്ട്, നിന്റെ ഭാര്യയാണ് കാണാതായിട്ടുള്ളത്. എന്തിൻ്റെ പേരിലാണ് നീ അവളെ രക്ഷിക്കേണ്ട കടമ നിനക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വാസുവിൻ്റെ കോട്ടയിലേക്ക് പോകുന്നുണ്ട് വിക്രം.
ആ ഒരു സമയത്ത് ഗുണ്ടകളുമായിട്ട് പൊരുതി നിൽക്കുകയാണ് വേദ. നിങ്ങളൊക്കെ എന്ത് ചെയ്താലും എൻ്റെ ഭർത്താവ് ഇവിടെ എത്തുമെന്ന് ആണയിട്ട് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ വിക്രം അവിടേക്ക് വരുന്നുണ്ട്. ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് വേദയെ രക്ഷിച്ചുകൊണ്ട് അവൻ പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ഗുണ്ടകൾ പുറകെ ഉണ്ടാവും. അവളെയും കൊണ്ട് ഒരു കാട്ടിലൂടെ ഓടിപ്പോവാണ്. ഗുണ്ടകൾ കുറേ സമയം നോക്കിയെങ്കിലും വേദയും വിക്രയും കാണുന്നില്ല. അങ്ങനെ കാട്ടിനുള്ളിൽ അകപ്പെട്ട വേദയും വിക്രമും അവിടെ ഒരുമിക്കുന്ന ഒരു സീനാണ്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സീനാണ്. വേദയ്ക്ക് നടക്കാൻ വയ്യാതെയാകുമ്പോൾ അവൻ കൈകളിൽ കോരിയെടുക്കുന്നുണ്ട്. എന്നിട്ട് കാട്ടിലൂടെ നടന്നു പോവാണ്. ആ കാട്ടിനുള്ളിൽ പുറത്ത് കടക്കാതിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു പോവാണ്. താനും വിക്രമും മാത്രമുള്ള ദിവസങ്ങൾ അതവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ വിശക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് വേദ പറയും, വിക്രം എനിക്ക് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ താ, ഞാൻ എന്ത് തരാനാണ് ഈ കാട്ടിനുള്ളിൽ, നിനക്ക് വല്ല വേണമെങ്കിൽ കുറച്ച് വെള്ളം കുടിക്ക്, കുറച്ച് ഇലകളൊക്കെ തിന്ന് ജീവിക്ക് എന്ന് പറയുന്നുണ്ട്. വിക്രം കാരണം ഇങ്ങനെയൊക്കെ വന്നത്. എടി വേതാളമേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ വിട്ട് എണീൻ്റെ വീട്ടിലേക്ക് പോവാൻ, അന്ന് നീ അനുസരിച്ചോ, അനുഭവിക്കെന്ന് പറയുന്നുണ്ട്. ഒടുവിൽ വേദയുടെ നിസ്സാഹാവസ്ഥ കണ്ടിട്ട് വിക്രമിന് തന്നെ പാവം തോന്നുന്നുണ്ട്. കുറച്ച് കായകളും പഴങ്ങളെല്ലാം പറിച്ച് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് അവിടെ അരുവിയിലൂടെ മീനുകൾ പോകുന്നത് കാണുമ്പോൾ ആ മീൻ പിടിച്ച് അവൾക്ക് ചുട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടുപേരും കൂടെ ആ കാട്ടിനുള്ളിൽ അങ്ങ് നിൽക്കുക. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണമല്ലോ. അങ്ങനെ വേദയും വിക്രമും ഒരുപാട് ദൂരെ നടക്കുന്നുണ്ട്. അയ്യോ വിക്രം, എനിക്ക് കാല് വേദനിക്കുന്നു, എനിക്കിനി ഒരടി നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ് വേദ നിൽക്കുമ്പോൾ ഇങ്ങ് വാടി വേതാളമേ എന്ന് പറഞ്ഞുകൊണ്ട് കൈകളിൽ കോരിയെടുത്ത് വിക്രം ഇങ്ങനെ നടക്കാട്ടോ. ആ ഒരു സമയത്തൊക്കെ വേദ അവനിങ്ങനെ മിഴിച്ചു നോക്കുന്നുണ്ട് പ്രണയത്തോടെ. അവളിങ്ങനെ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവരുടെ നാട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ സമയം വിക്രമിൻ്റെ അടുത്ത് വേദ പറയും, ഇനി ഇതൊക്കെ ഉപേക്ഷിക്കാം വിക്രം, ഈ ഗുണ്ടാപ്പണി ഇതൊന്നും വേണ്ട, വിക്രം നല്ലൊരു ജോലിക്ക് പോകണം, നല്ലൊരു ക്വാളിഫിക്കേഷൻ വിക്രമിനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വേദ അവളെ പറഞ്ഞ് തിരുത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും അവളുടെ ജീവിതത്തിൽ വലിയൊരു ട്രാജഡി വരാട്ടോ. വേദയുടെ കഴുത്തിലെ താലി പൊട്ടിച്ച് വിക്രം ആ വീട്ടിൽ നിന്ന് അവളെ പറഞ്ഞു വിടുന്ന ഒരു രംഗം കൂടെ വരികയാണ്. അതോടുകൂടെ പിന്നെ രാധയാണ് കേട്ടോ വിക്രമിൻ്റെ ഭാര്യയായിട്ട് ആ വീട്ടിലേക്ക് വരാൻ വേണ്ടി കമലാമ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കമലാമ ആ വീട്ടിൽ ചെന്ന് രാധയെ വിവാഹത്തിന് ക്ഷണിക്കുന്നുണ്ട്. ആ സമയത്താണ് വിക്രം മനസ്സിലാക്കുന്നത് തനിക്ക് ഒരിക്കലും വേദയില്ലാതെ കഴിയില്ല എന്ന സത്യവും മനസ്സിലാക്കാണ്. ഇതൊരു നീണ്ട എപ്പിസോഡാട്ടോ. എന്തായാലും വേദ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു ആ ഒരു ബാലൻ സാർ അവളോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്ന ഒരു സീനാണ് കേട്ടോ ഇനി വരാനി പോകുന്നത്.